ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 28-ാം സങ്കീർത്തനം 1-ാം വാക്യം, എൻ്റെ പാറയായുള്ളോവേ നീ കേൾക്കാതിരിക്കരുത്. ദൈവത്തോട് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, എൻ്റെ പാറയായുള്ളോവേ നീ എന്നെ കേൾക്കാതെ ഇരിക്കരുത്. അവിടെ നിന്നെ ശ്രദ്ധിക്കണമേ എന്നാണ് പറയുന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്നാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം, സങ്കീർത്തനത്തിൽ പല സങ്കീർത്തനങ്ങളിലും നമുക്ക് ദൈവത്തെ പാറയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവമേ അവിടെ നിന്ന് പാറയാണ്. ആ പാറയിൽ അഭയം കണ്ടെത്തിയ ഒരാളാണ് ദാവീദ്. ഈ ദാവീദ് പാറയെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമുക്കറിയാം, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ഇങ്ങനെ ആടിനെ മേയിച്ച് നടക്കുമ്പോൾ ഈ കാറ്റും കോളും ചൂടും ഒക്കെ വരുമ്പോൾ ആശ്രയം കണ്ടെത്തുന്ന ഈ പാറപ്പിളർപ്പുകളാണ്, പാറയുടെയൊക്കെ കീഴിലാണ്. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ദാവീദ് എൻ്റെ പാറ എന്ന ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്. പല സങ്കീർത്തനങ്ങളിൽ നമുക്കിവിടെ കാണാൻ പറ്റും. 18-ാം സങ്കീർത്തനത്തിലും 19-ാം സങ്കീർത്തനത്തിലും 62-ാം സങ്കീർത്തനത്തിലും 144-ാം സങ്കീർത്തനത്തിലൊക്കെ എൻ്റെ പാറയെന്നാണ് ദൈവത്തെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കാരണം ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പാറയിൽ പല പ്രാവശ്യം അഭയം കണ്ടെത്തി അവിടെ സുരക്ഷിതമായ സ്ഥാനമായി അതിനെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അതിൽ അനുഭവത്തിൽ നിന്നാണ് ദാവീദ് എൻ്റെ പാറയെന്ന് പറയുന്നത്. നമ്മൾ കർത്താവിനെ പറയുന്നത് തന്നെ പിളർക്കപ്പെട്ട പാറയെന്നാണ്. കർത്താവ് പിളർക്കപ്പെട്ട പാറയാണ്. ആ പാറയിലാണ് നമ്മൾ അഭയം കണ്ടെത്തുന്നത്. ദാവീദിനെ പോലെ ആ പാറമേലാണ് നമുക്ക് അഭയം കണ്ടെത്തേണ്ടത്. കാരണം നമുക്കറിയാം, പാറ ഉറപ്പുള്ളതാണ്, അത് മാറ്റമില്ലാത്തതാണ്. അതുപോലെയാണ് ദൈവം. അത് എന്നും മാറ്റമില്ലാത്തവനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തമുള്ളവനാണ്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്, പിളർന്നൊരു പാറയെ ഞാൻ നിന്നിൽ മറയട്ടെ എന്ന പ്രസിദ്ധമായൊരു ഗാനം തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായ കൊടുങ്കാറ്റ് നമ്മളെ വന്ന് ആഞ്ഞടിക്കുമ്പോൾ നമ്മളും അഭയം തേടേണ്ടത്, ആശ്രയിക്കേണ്ടത് ക്രിസ്തുവാകുന്ന ആ പാറയിലാണ്, ആ പാറയുടെ തണലിലാണ്. അങ്ങനെ നമ്മൾ അഭയം പ്രാപിക്കുമ്പോഴാണ് ദാവീദിനെ പോലെ അവിടുന്ന് എൻ്റെ പാറയാണെന്ന് പറയാൻ കഴിയുന്നത്. ആ പാറയിൽ അഭയം കണ്ടെത്തിയ ദാവീദ് നമ്മളോടും പറയുകയാണ്, ക്രിസ്തുവാകുന്ന പാറയിൽ അഭയം പ്രാപിക്കണം. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ആ ക്രിസ്തുവാകുന്ന പാറയിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ ഇടയാകട്ടെ. അവിടുന്ന് തൻ്റെ ചിറകിൻ്റെ മറവിൽ സുരക്ഷിതമായി നമ്മെ കാത്തു പരിപാലിക്കും. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ആ പാറയിൽ, ക്രിസ്തുവാകുന്ന പാറയിൽ നമുക്കും അഭയം പ്രാപിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.